ഇനി വേദിയിലേക്ക് വരുന്ന ആൾ ഷെറിനാണ്, മജീഷ്യൻ ഷെറിൻ. ഷെറിൻ സാർ, വീണ്ടും സ്വാഗതം ഈ വേദിയിലേക്ക്. ഈ ഷെറിൻ സാർ വരുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കേണ്ടി വരും. കാരണം എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. നല്ല അധ്യാപകനാണ്, നല്ല മജീഷ്യനാണ്, നല്ല മെന്റലിസ്റ്റാണ്, നല്ല സൈക്കോളജിസ്റ്റാണ്, അതുപോലെ നല്ല ഘടയോഗിയാണ്. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹാരി ഹൗഡ്നി എന്ന ലോകപ്രശസ്ത മാന്ത്രികന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മാജിക്കാണ്. അതായത് രക്ഷപ്പെടൽ ജാലവിദ്യകളുടെ പിതാവായിരുന്നു ഹാരി ഹൗഡ്നി. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മാജിക് എന്ന് പറയുന്നത് കയറിൽ കെട്ടിയിട്ടിട്ട് രക്ഷപ്പെടുന്ന, കയറുകൊണ്ട് 100 അടി കയറുകൊണ്ട് കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു ജാലവിദ്യയായിരുന്നു. അത് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എല്ലാ തരം എസ്കേപ്പുകളും അദ്ദേഹം ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ മാജിക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ട്രിക്സ് ഒന്നുമില്ല, ഒരു സീക്രട്സും ഇല്ല. ഓഡിയൻസിൽ നിന്ന് 2 പേരെ വിളിക്കുന്നു, 100 അടി കയറുകൊണ്ട് കസേരയിലിരുത്തി എന്നെ ബന്ധിക്കുന്നു, കൂടെ ഒരു ഹാൻഡ് കഫ് കൂടി ഇടണം. ഓക്കെ, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധിക്കാം. ആ ബന്ധിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ ബന്ധിക്കാൻ എടുത്ത സമയത്തിനകം രക്ഷപ്പെടുക എന്നുള്ളതാണ് ചലഞ്ച്. അതിന് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 പേരാണ്. ഓഡിയൻസിൽ നിന്ന് 2 പേര് തയ്യാറായിട്ടുള്ളത്. വരൂ, വേദിയിലേക്ക് വരൂ. എന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, താങ്ക് യു. അപ്പൊ ഞാൻ എന്നാ വേഗം വേദിയിലേക്ക് ഇരിക്കാം. ഇനി ഒട്ടും വച്ച് താമസിപ്പിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാവരും ചേർന്ന് ഒരു വലിയ കൈയടി ഷെറിന്. ഷെറിൻ, 1 മിനിറ്റും 48 സെക്കൻഡുമാണ് ഷെറിന് രക്ഷപ്പെടാനുള്ള സമയം. 1 മിനിറ്റ് 48 സെക്കൻഡിനുള്ളിൽ ഷെറിൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മ്യൂസിക് സ്റ്റാർട്ട്.
42 സെക്കൻഡുകൾ 42 സെക്കൻഡുകൾ 1 മിനിറ്റും 48 സെക്കൻഡും കൊണ്ട് പൂട്ടി കെട്ടിയ ഷെറിൻ 42 സെക്കൻഡും 29 മില്ലി സെക്കൻഡ് 29 മില്ലി സെക്കൻഡും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. 42 സെക്കൻഡ് കൊണ്ട് ഷെറിൻ. സെക്കൻഡ് കൊണ്ട് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. 42 സെക്കൻഡും 20 മില്ലി സെക്കൻഡും. അതെ അതെ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതും നമുക്ക് ടെൻഷൻ ആയത് ഇവിടെ ഈ ഓഡിയൻസിൽ നിന്ന് വന്ന 2 ചേട്ടന്മാരുണ്ടല്ലോ, അവര് എന്താ പറയാ കരാട്ടെ മാസ്റ്ററൊക്കെയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെയുള്ളവർ കെട്ടുമ്പോൾ എന്താണെങ്കിലും ഒരു സാധാരണ ആളെക്കാളും കൂടുതൽ അവർക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഫിസിക്, എങ്ങനെയാണ് നമ്മുടെ പവർ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അല്ലേ ചേട്ടാ? അങ്ങനെയല്ലേ? നല്ല സ്ട്രോങ് ആയിട്ടല്ലേ ചേട്ടൻ അത് കണ്ടോ? ചേട്ടൻ അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് അറിയാം, ഒരു ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ ഇത് ചെയ്യാന്ന്. അപ്പൊ ഫസ്റ്റ് കാലാണ് അത് ലോക്ക് ചെയ്തത്, കറക്റ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊരു വലിയ അത്ഭുതം തന്നെയാണ് അല്ലേ കലേഷ് ചേട്ടാ? അതിനേക്കാൾ കൂടുതൽ പകച്ചുപോയത് എന്റെ ബാല്യമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാൻഡ് കഫ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഈ സമയം കൊണ്ട് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഹാൻഡ് കഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെജീഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇറ്റ്സ് എ ടാസ്ക്, വലിയൊരു ടാസ്ക്കാണ്. ആ കടമ്പ എനിക്ക് തോന്നുന്നു സെക്കൻഡുകൾ കൊണ്ട് പൂർത്തിയാക്കിയിട്ടാണ് ബാക്കി ചെയ്തത്. അത് സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ കുറേ വേദികളിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടൈറ്റായിട്ട് എന്നെ ആരും കിട്ടിയിട്ടില്ല. അപ്പോൾ ഹാൻഡ് കഫ് വേഗം അഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില വേദികളിൽ, ഞാനത് പരസ്യമായിട്ട് പറയുകയാണ്, ചില വേദികളിൽ കെട്ട് മുറുകാതെ വരുമ്പോൾ എന്നാലൊരു ഇംപ്രഷൻ പോകാതിരിക്കാൻ വേണ്ടി വേഗത്തിൽ അഴിക്കാവുന്ന കെട്ടുകൾ സമയമെടുത്ത് ഞാൻ അഴിക്കാറുണ്ട്. അത് ഷോമാൻഷിപ്പിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ എൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ മനസ്സിലായി ഇദ്ദേഹം വളരെ ടൈറ്റ് ആയിട്ടാണ്. സമയം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ 6 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടുന്നത് ഞാൻ 1 മിനിറ്റ് 42 സെക്കൻഡ് കൊണ്ട് ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും ടൈറ്റായിട്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കും ഞാൻ കുടുങ്ങാനിരിക്കുന്ന വേദി. ഇങ്ങനെ പല വേദികളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹാൻഡ് കഫ് വേഗത്തിൽ ഞാൻ അഴിച്ചു, പരമാവധി വേഗത്തിൽ അഴിക്കുകയായിരുന്നു. കാരണം പിന്നെയുള്ള സമയം കെട്ടഴിക്കാൻ വേണമെന്ന് എനിക്കറിയാമായിരുന്നു. അല്ല, ഏതെങ്കിലും തവണ ഇത് കെട്ടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത സമയത്ത് ഇപ്പം നമ്മൾ വീട്ടിൽ എന്തായാലും പ്രാക്ടീസ് ചെയ്യുമല്ലോ, പ്രാക്ടീസ് മേക്സ് യു ദ ബെസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിലിത് വീട്ടിൽ എവിടെയെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വന്നിട്ടുണ്ടോ? ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ ഇതുവരെ വന്നിട്ടില്ല. ഇനി ആരെങ്കിലും കെട്ടുന്ന ആളുകൾ ട്രൈ ചെയ്യാം പൊട്ടിക്കാൻ പറ്റുമോന്ന്. അപ്പൊ ഇനിയും ഇങ്ങനെ ഒരു എന്താ പറയാ വെറൈറ്റി പെർഫോമൻസ് ആയിട്ട് വരില്ലേ നമ്മുടെ വേദിയിൽ? തീർച്ചയായിട്ടും വരും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫാബുലസ് പെർഫോമൻസ്.